വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വർഗവാതിൽ തുറക്കുന്ന ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ഏകാദശികളിൽ പ്രധാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത്. ഇത്തവണ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ഡിസംബർ 30-നാണോ ഡിസംബർ 31-നാണോ അനുഷ്ഠിക്കേണ്ടതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. വൈഷ്ണവരായിട്ടുള്ള എല്ലാ കൃഷ്ണ ഭക്തരും വിഷ്ണു ഭക്തരും വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിക്കുന്നത് ഡിസംബർ 31-നാണ്. കാരണം ഏത് ഏകാദശി അനുഷ്ഠിച്ചാലും ദശമി തിഥി ചേർന്ന് വരുന്ന ഏകാദശി, അതായത് ഭൂരിപക്ഷ ഏകാദശി അനുഷ്ഠിക്കുന്നതിനേക്കാളും ആനന്ദപക്ഷ ഏകാദശി അഥവാ ദ്വാദശി തിഥി ചേർന്ന് വരുന്ന ഏകാദശി അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിലെ ഏകാദശിയും നോൽക്കണം എന്നാണ് പറയാറ്. സ്വർഗവാതിലെ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. ഇനി വൈകുണ്ഠ ഏകാദശിയുടെ പൂർണ്ണഫലം ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കാനും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നും പാരണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്നും വ്രതം അനുഷ്ഠിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ചൊല്ലേണ്ട ക്ഷമാപണ മന്ത്രം ഏതാണെന്നും പാരണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകാദശികളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇതെന്നും അതിനാൽ അന്നു മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും എന്നാണ് വിശ്വാസം. മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തൃശൂരിലെ തിരുവമ്പാടി, പെരിങ്ങാവ് ധന്വന്തരി, നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇത് ആഘോഷ ദിവസമാണ്. ക്ഷേത്രത്തിലെ ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ്. ഇതിലൂടെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം. സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗശമനം, മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കുന്നതാണ്. ശ്രീരംഗം, തിരുപ്പതി, ഗുരുവായൂർ തുടങ്ങിയ എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെ ഈ ദിവസം ആചരിച്ചു വരുന്നു. സ്വർഗവാതിൽ ഏകാദശി ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുള്ള ഒരു പ്രത്യേക വാതിൽ അലങ്കരിച്ച് സ്വർഗവാതിലായി കണക്കാക്കി രാത്രി 8 മണിക്ക് പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നു. അതിനുശേഷം 8:30 നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ സിംഹാസന വാഹനത്തിൽ എഴുന്നള്ളിക്കുന്നതാണ് മറ്റൊരു പ്രധാന ചടങ്ങ്. ഈ ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് കുടുംബാംഗങ്ങളുമൊത്ത് ദർശനത്തിനെത്തുന്നതാണ്. വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അഭീഷ്ട സിദ്ധികളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല വിഷ്ണു പ്രസാദത്താൽ ധനധാന്യ സമൃദ്ധിയും അതിലുപരി മോക്ഷം ലഭിക്കുന്നതുമാണ്. 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. തലേ ദിവസമായ ദശമിക്ക് അരിയാഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർ പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് വ്രതം എടുക്കുക. ഏത് തരത്തിൽ വ്രതം അനുഷ്ഠിച്ചാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചാണ് നിങ്ങൾ വ്രതം എടുക്കേണ്ടത്. ഇനി ഏത് രീതിയിലാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിലും വ്രതം എടുക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. അതിന് യാതൊരു തരത്തിലുള്ള ദോഷവുമില്ല. ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളിക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. വ്രതം അനുഷ്ഠിക്കുന്നവർ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെയോ അല്ലെങ്കിൽ കൃഷ്ണന്റെയോ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം തെളിയിച്ച് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലുക. കൂടാതെ വിഷ്ണു സഹസ്രനാമവും ഹരേ രാമ മന്ത്രവും പിന്നീട് നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലാവുന്നതാണ്. ഇതുകൂടാതെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുന്നതോ നല്ലതാണ്. ഇനി അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി പുഷ്പം, തുളസിമാല, എണ്ണ, നെയ്യ് എന്നിവയിലൊന്ന് സമർപ്പിക്കുക.
ഇതുകൂടാതെ പാൽപായസം, തൃക്കൈവണ്ണ, ത്രിമധുരം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ വഴിപാടുകൾ നടത്തുവാനും മറക്കരുത്. വൈകുണ്ഠ ഏകാദശിയുടെ വളരെ പ്രധാനപ്പെട്ട സമയമായ ഹരിവാസര സമയം ഡിസംബർ 30 ചൊവ്വാഴ്ച രാത്രി 11:43 മുതൽ ഡിസംബർ 31 ബുധനാഴ്ച പകൽ 10:18 വരെയാണ്. ഈ ഒരു സമയത്ത് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലുക. ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടേണ്ട സമയം. ഡിസംബർ 30 നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ പാർണ വീടേണ്ടത് ഡിസംബർ 31 ഉച്ചയ്ക്ക് ശേഷം 1:26 മുതൽ 3:30 ഡിസംബർ 31 നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ ജനുവരി 1 രാവിലെ 7:14 10:41 ഇടയിൽ നിങ്ങൾക്ക് പാർണ വീടാവുന്നതാണ്. ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ചൊല്ലേണ്ട ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ പിഴമന്ത്രം ഏതാണെന്ന് നോക്കാം. വ്രതം അനുഷ്ഠിക്കുമ്പോഴോ നാമജപം ചെയ്യുമ്പോഴോ അതുമല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോഴോ അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പാരണ വീടുന്നതിനു മുൻപായി ആദ്യം ക്ഷമാപണ മന്ത്രമാണ് ചൊല്ലേണ്ടത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേവൽ ക്ഷമസ്വ ഹരിഹരി കരുണാബ്ദേ ശ്രീ വിഷ്ണു സംഭവായ നമോ നമഃ. ഈ ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ പിഴമന്ത്രം ചൊല്ലിയതിനു ശേഷമാണ് പാരണാമന്ത്രം ചൊല്ലേണ്ടത്. പോക്ഷോഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. ഇതാണ് പാർണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാർണ വീടാൻ പോകുന്നു, അങ്ങനെക്ക് തുണയായിരുന്നാലും. ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഈ പാരണാ മന്ത്രം 8 തവണയാണ് ചൊല്ലേണ്ടത്. 8 തവണ മന്ത്രം ചൊല്ലിയതിനു ശേഷം തുളസി തീർത്ഥമോ അല്ലെങ്കിൽ തുളസിയിലയും മലരും ചന്ദനവും ഇട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. ഇനി വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിന് വൈകുണ്ഠ ഏകാദശി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഒന്നാമതായി വൈകുണ്ഠ ഏകാദശി ദിവസം അതിരാവിലെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു തുളസിയിലയും 2 കറുത്ത എള്ളും ചേർക്കുക. വിഷ്ണു ഭഗവാന്റെ വിയർപ്പ് തുള്ളികളിൽ നിന്നാണ് കറുത്ത എള്ള് ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൂർവികരുടെ അനുഗ്രഹവും ലക്ഷ്മി കടാക്ഷവും ലഭിക്കുന്നതാണ്. കുളിക്കുന്നതിന് മുൻപ് വെള്ളത്തിൽ മോതിര വിരൽ കൊണ്ട് ഓം എന്നെഴുതുകയും അതിനുശേഷം ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ച് കുളിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങൾ അല്ലെങ്കിൽ രോഗപീഠകൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതാണ്. ഇനി ഏകാദശി ദിവസം രാവിലെ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ പൂജാമുറിയിലെ പഞ്ചപാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ 2 തുളസിയിലകൾ, കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചത്, 2 ഏലക്ക എന്നിവ ചേർത്ത് ഭഗവാന്റെ മുന്നിൽ വെക്കുക. ഇത് ഏകാദശി വ്രതത്തിന്റെ പൂർണ്ണഫലം നൽകുവാനും ഐശ്വര്യം ലഭിക്കുവാനും സഹായിക്കും. ഇനി ലക്ഷ്മി കടാക്ഷത്തിനും വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും വൈകുണ്ഠ ഏകാദശി ദിവസം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി തുളസിയാണ്. വിഷ്ണു ഭഗവാന് അർച്ചന നടത്താൻ വീട്ടിൽ തുളസി ഇല്ലാത്തവർ നിർബന്ധമായും ഒരു 10 രൂപ മുടക്കി തുളസി ഇലകൾ വാങ്ങിക്കേണ്ടതാണ്. ഇനി രണ്ടാമതായി ഏതൊരു മംഗളകാര്യത്തിനും അത്യാവശ്യമായ മഞ്ഞൾ, അത് മഞ്ഞൾ പൊടിയായിട്ടാണെങ്കിലും ഉണക്ക മഞ്ഞളാണെങ്കിലും ഈ ദിവസം വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഉത്തമമാണ്. കടലിൽ നിന്നും ഉത്ഭവിച്ച കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക. ഇനി സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി കുറച്ച് രാമച്ചം വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. ഇനി തിരുപ്പതി ലഡുവിലും തീർത്ഥത്തിലും ഉപയോഗിക്കുന്ന പച്ചക്കർപ്പൂരവും ഏലക്കയും ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ വെങ്കടേശ്വര സ്വാമിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇനി മംഗളകരമായ ദിവസങ്ങളിൽ മധുരം വാങ്ങുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗവാതിൽ ഏകാദശി ദിവസം ശർക്കര വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. വൈകുണ്ഠ ഏകാദശി ദിവസം വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. മാത്രമല്ല വീട്ടിലെപ്പോഴും സമ്പത്ത് നിലനിൽക്കുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ഭഗവാൻ നാരായണന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.